ഒരു ക്യാൻസറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്, അതിൽ കണ്ണിനൊരു എന്തെങ്കിലും ഒരു അസുഖം. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നേരത്തെ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ പിന്നെ അതിനെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. പലപ്പോഴും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കല്ലേ. ഏറ്റവും കൂടുതൽ ആ ഒരു മേഖല പരിചയമുള്ള ഒരു 10-20 വർഷമൊക്കെ ഇപ്പം പരിചയമുള്ള ഒരാളെ നമ്മൾ കാണാൻ ശ്രമിക്കും. കാരണം എന്താ, അദ്ദേഹത്തിന് ആ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും ഇന്ന അസുഖമാണുള്ളത്. ചിലപ്പോൾ നമ്മുടെ കണ്ണോ നമ്മുടെ നാവിൻ്റെ ചുവപ്പോ അല്ലെങ്കിൽ ചെറിയൊരു പിന്നെ 1-2 ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ പറയും ഇത് ഇന്ന അസുഖമാണ്. ചിലപ്പോൾ പറയും ചെറിയൊരു അസുഖമാണ്, പ്രശ്നമല്ല. ചിലപ്പോൾ പറയും വലിയ അസുഖമാണ്, നിങ്ങൾ അടുത്ത ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം എന്നൊക്കെ പറയും. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ വളരെയധികം യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മളൊരു സ്കാൻ റിപ്പോർട്ട് എടുത്തു, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഞാൻ നമ്മൾ നോക്കുന്നത് ക്യാൻസറുമായി ബന്ധപ്പെട്ടൊരു മേഖല എടുക്കുകയാണെങ്കിൽ പിന്നെ ലങ് ക്യാൻസർ എടുത്തു, അതല്ലെങ്കിൽ നമ്മളെ ശ്വാസകോശത്തിൻ്റെ ഒരു CT സ്കാൻ ഇമേജ് എടുത്തു. അപ്പോൾ അത് നല്ലൊരു വിദഗ്ധനായ ഡോക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു പാടാണ്, ക്യാൻസറിൻ്റെ തുടക്കമാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും നോക്കിക്കഴിഞ്ഞാൽ. എന്നിരുന്നാൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് അങ്ങനെ കണ്ടെത്താൻ കഴിയില്ല, വളരെ വിദഗ്ധ ഒരാൾ വേണം. എന്നാൽ നമ്മൾ ഈ ഒരു സംഗതി കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു 500, 1000, 10,000 ഒക്കെ പേഷ്യൻസിൻ്റെ ഡാറ്റ, അതായത് ഒരുപാട് ആളുകളുടെ പിന്നെ ഈ ക്യാൻസർ വന്നതും അല്ലാത്തതും ആയ ആളുകളുടെ പിന്നെ മെഡിക്കൽ ഹിസ്റ്ററി, അതായത് ഇപ്പം CT സ്കാൻ ഇമേജ് ആണെങ്കിൽ CT സ്കാൻ ഇമേജ് അല്ലെങ്കിൽ MRI ഇമേജൊക്കെ നമ്മൾ ഈ ഫോട്ടോ കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനെ സ്വയം മനസ്സിലാക്കാൻ പറ്റും. അതിന് നമ്മൾ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്നൊക്കെ പറയും, ലാംഗ്വേജ് ഇൻ്റലിജൻറ്റ് മോഡൽസ് എന്ന് പറയും. അപ്പോൾ അതായത് നമ്മളൊരു മനുഷ്യൻ മനസ്സിലാക്കുന്നത് പോലെ തന്നെ സിസ്റ്റം ചെയ്യും. അതിൽ നിന്ന് ഓരോ ഇപ്പം അജ്മൽക്ക പറഞ്ഞതുപോലെ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യും. ഇപ്പോൾ വരച്ചത് നമ്മൾ കണ്ടല്ലോ, ഇങ്ങനെ ഓരോരോ വരച്ചതും നോക്കിയതൊക്കെ നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നതല്ലേ. ഗൂഗിൾ മനസ്സിലാക്കിയത് എന്താണ്, ഇത് കാറായിരുന്നോ, ഇത് പിന്നെ ഇന്നൊരു സംഗതി എന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഒരു സ്കാനിങ്ങിൻ്റെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് ക്യാൻസറാണോ ക്യാൻസർ അല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ പെട്ടെന്ന് രോഗങ്ങൾ തിരിച്ചറിയാൻ പറ്റും. മെഡിക്കൽ ഡയഗ്നോസിസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് പിന്നെ അതിന് യൂസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിലുള്ള പിന്നെ കണ്ണിൻ്റെ ഫോട്ടോ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ കണ്ടെത്താൻ പറ്റും. അതായത് ഒരുപാട് ഫോട്ടോകൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ണിൻ്റെ മുൻകൂട്ടി കൊടുക്കണം, രോഗമുള്ളതും ഇല്ലാത്തവരുടെയും. അതുപോലെ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടോ, നമ്മുടെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഇങ്ങനെയുള്ള കുറച്ച് അടിസ്ഥാന പിന്നെ ഇൻപുട്ടുകൾ മാത്രം ഇതിൻ്റെ കണക്കെത്രയെന്ന് ഒരു കമ്പ്യൂട്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ആപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദയ രോഗം പിന്നെ ഉടനടി വരുമോ, കുറച്ചു കാലം കഴിഞ്ഞ് വരുമോ. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭക്ഷണക്രമങ്ങളൊക്കെ കൊടുത്തു നോക്കാം, നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ. അപ്പോൾ അതിന് നമ്മളെ ChatGPT വരെ അതിന് ഹെൽപ്ഫുള്ളാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതിൻ്റെ കലോറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ ചെറിയ ചെറിയ ടെസ്റ്റുകളുടെ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സാധാരണക്കാരന് വരെ നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് നമുക്ക് ഏതൊക്കെ രോഗങ്ങൾ വരാം. ഇപ്പം അമിതമായിട്ട് പഞ്ചസാര, അല്ലെങ്കിൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര തന്നെ ഒരുപാട് രോഗങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും അതൊരു റിപ്പോർട്ടും ചാർട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അതിൽ മാച്ചിങ് കാണാൻ പറ്റും. നമ്മളെ ജീവിത ശൈലി കൊണ്ട് തന്നെ വരുന്ന കുറേ സംഗതികളുണ്ട്. അതുപോലെ പിന്നെ റോബോട്ടിക് സർജറികൾ വരുന്നുണ്ട്. ഇപ്പം മനുഷ്യന് എത്ര കൃത്യമായിട്ടാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ ചെയ്യുന്നത്, അതുപോലെ ഒരു പക്ഷേ അതിനേക്കാൾ മികച്ചതായിട്ട്, അതായത് കമ്പ്യൂട്ടർ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, ഡാറ്റ കൊടുക്കണം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, ഇപ്പം സ്റ്റിച്ചിങ്, അതുപോലെ മാപ്പിംഗ്, ഇപ്പം എങ്ങനെയാണ് സർജറിയുടെ റൂട്ട് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതും കുറേ സംഗതികൾ കാലക്രമേണ. ഇപ്പോൾ ഒരു മനുഷ്യൻ 10-20 വർഷം ജീവിച്ചു അല്ലെങ്കിൽ 30 വർഷം ജീവിച്ചു, അദ്ദേഹം മരണപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ അതുപോലെ എന്ത് ചെയ്യുന്ന 100% സംരക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ ഇൻ്റലിജൻസ് സിസ്റ്റങ്ങളാകുമ്പോൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ആകുമ്പോൾ ഒരു പ്രാവശ്യം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കൂടുതൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും, അത് 10, 20, 30 വർഷം കഴിയുമ്പോഴേക്കും അത് അത്രയും ബ്രില്യൻ്റ് ആയിട്ടുണ്ട്, അടിപൊളി ആളായി മാറിയിട്ടുണ്ടാവും. അപ്പം ഈ ഒരു മെഡിക്കൽ മേഖലയിൽ ഒരുപാട് സാധ്യതകൾ അത് ഉണ്ട്.